നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. ICCയുടെ പവർ റേറ്റിംഗ് വന്നു. 2020 ലോകകപ്പിന് ശേഷമുള്ള ICCയുടെ പവർ റേറ്റിംഗ് ആണ്. ഓസ്ട്രേലിയയുടെ മുൻ ക്യാപ്റ്റനും ഇതിഹാസ ബാറ്ററുമായിട്ടുള്ള റിക്കി പോണ്ടിംഗ് ആണ് ഈ പവർ റേറ്റിംഗ് നടത്തിയിട്ടുള്ളത്. 5 കളിക്കാരാണ് ഈ പവർ റേറ്റിങ്ങിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൽ ആ പവർ റേറ്റിങ്ങിൽ ഒന്നാമനായി 10 പോയിൻ്റിലാണ് പവർ റേറ്റിംഗ് തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ ഒന്നാമനായി ഇംഗ്ലണ്ടിൻ്റെ വിൽ ജാക്സ് ആണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. നമുക്കറിയാം 2020 ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഓൾറൗണ്ട് പ്രകടനം നടത്തി ഇംഗ്ലണ്ടിനെ മികച്ച നിർണായക സംഭാവനകൾ നടത്തി ഇംഗ്ലണ്ടിനെ സെമിഫൈനൽ വരെ എത്തിച്ച താരമാണ് വിൽ ജാക്സ്. സെമിഫൈനലിലും ഇന്ത്യക്കെതിരെ അവസാനം വരെ പൊരുതിയ ഒരു താരമാണ് വിൽ ജാക്സ്. വിൽ ജാക്സിന് 10ൽ 10 പോയിൻ്റാണ് റിക്കി പോണ്ടിംഗ് നൽകിയിരിക്കുന്നത്. അങ്ങനെ വിൽ ജാക്സ് ആണ് ഒന്നാമത്. രണ്ടാമത് നമ്മുടെ സ്വന്തം സഞ്ജു സാംസൺ, മലയാളികളുടെ സ്വന്തം സഞ്ജു സാംസണാണ്. സഞ്ജുവിന് റിക്കി പോണ്ടിംഗ് കൊടുത്തിട്ടുള്ള പോയിൻ്റ് എന്ന് പറയുന്നത് 9.5 പോയിൻ്റാണ്. അതായത് 9.5 പോയിൻ്റാണ്. 10ൽ 9.5 പോയിൻ്റ്. സെമിഫൈനലിൽ 89, ഫൈനലിൽ 89. അതിനു മുമ്പ് സെമിഫൈനലിൽ എത്തിച്ച നിർണായകമായ പോരാട്ടത്തിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ 97 നോട്ട് ഔട്ട്. അങ്ങനെ 97 നോട്ട് ഔട്ട്, 89, 89. ഇങ്ങനെ 3 ഇന്നിങ്സുകളാണ്, അതിഗംഭീര ഇന്നിങ്സുകൾ. ഇന്ത്യക്ക് ലോകകപ്പ് നേടിക്കൊടുത്ത 2020 ലോകകപ്പ് നേടിക്കൊടുത്ത 3 ഇന്നിങ്സുകളാണ്. ചരിത്രത്തിൽ ഇടം പിടിച്ച 3 ഇന്നിങ്സുകൾ. അതുകൊണ്ട് തന്നെയാണ് സഞ്ജുവിനെ രണ്ടാമതായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. മൂന്നാമതും ഒരു ഇന്ത്യൻ താരമാണ്. അത് വേറെ ആരുമല്ല, ഇന്ന് ലോകത്തെ ഏറ്റവും മികച്ച ഫാസ്റ്റ് ബോളറായ നമുക്ക് അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ ലോകകപ്പ് കിട്ടില്ലായിരുന്നു യഥാർത്ഥത്തിൽ. അങ്ങനെ നിർണായകമായ സ്പെല്ലുകൾ സംഭാവന ചെയ്ത ജസ്പ്രീത് ബുംറയാണ്. അദ്ദേഹത്തിനും 9.5 പോയിൻ്റാണ് കൊടുത്തിരിക്കുന്നത് റിക്കി പോണ്ടിംഗ്. പക്ഷേ അദ്ദേഹത്തെ 3ാം സ്ഥാനത്താണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ജസ്പ്രീത് ബുംറയാണ് 3ാം സ്ഥാനത്ത്. 4ാം സ്ഥാനത്ത് ന്യൂസിലാൻഡിൻ്റെ ബ്ലേസിംഗ് ഓപ്പണർ എന്ന് തന്നെ പറയണം, അടിച്ച് തകർക്കുന്ന ഓപ്പണിംഗ് ബാറ്റർ ടിം സെയ്ഫർട്ടാണ്. സെയ്ഫർട്ടിന് 9 പോയിൻ്റാണ് റിക്കി പോണ്ടിംഗ് നൽകിയിട്ടുള്ളത്. നമുക്ക് അറിയുന്നത് പോലെ ന്യൂസിലാൻഡ് ഫൈനലിലെത്തി. അതിലെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ടിം സെയ്ഫർട്ടാണ്. ടിം സെയ്ഫർട്ടിന് റിക്കി പോണ്ടിംഗ് 9 പോയിൻ്റാണ് കൊടുത്തിട്ടുള്ളത്. ഇനി മറ്റൊരാൾ 5 പേരിൽ അഞ്ചാമനായി പാകിസ്ഥാൻ്റെ ഓപ്പണർ ഫർഹാനാണ്. ഫർഹാന് 8.5 പോയിൻ്റാണ് റിക്കി പോണ്ടിംഗ് കൊടുത്തിട്ടുള്ളത്. 8.5 പോയിൻ്റാണ് കൊടുത്തിട്ടുള്ളത്. നമുക്കറിയാം ഫർഹാൻ ഒന്നിലധികം സെഞ്ചുറികൾ അടിച്ച് 380ഓളം റണ്ണടിച്ച താരമാണ്. 2020 ലോകകപ്പിൽ പാകിസ്ഥാന് വേണ്ടി ഏറ്റവും മികച്ച കളി കളിച്ച താരമാണ് ഫർഹാൻ. അങ്ങനെ ഈ 5 കളിക്കാർക്കാണ് ICC പവർ റേറ്റിംഗ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. 2020 ലോകകപ്പിൻ്റെ അടിസ്ഥാനത്തിൽ റിക്കി പോണ്ടിംഗ് ആണ് അത് ചെയ്തിട്ടുള്ളത്. എന്തായാലും നമുക്കൊക്കെ അഭിമാനിക്കാവുന്ന രീതിയിൽ സഞ്ജു സാംസൺ അതിൽ രണ്ടാമതായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം.